ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്ത്, പുതിയ വായനയിലേക്ക് താങ്കൾക്ക് സ്നേഹമായ സ്വാഗതം. ഇന്ന് ജൂൺ 13. ഒന്നാമത്തെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 12, 13 അധ്യായങ്ങൾ. 12-ാം അധ്യായം നമ്മൾ കാണുന്നത് അവിടെ ഇഫ്താഹ് ഒരു ജയം കഴിഞ്ഞ് വന്നതും ഇഫ്താഹിൻ്റെ മകളെ യാഗം കഴിക്കേണ്ടി വന്നതുമായ കാര്യമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതിനിടയിൽ ഈ യുദ്ധം ജയിച്ച് ഒക്കെ വന്നതുകൊണ്ട് എഫ്രൈമിൽ വന്ന് ഇഫ്താഹിനോട് വഴക്കുണ്ടാക്കി. നീ അമ്മോനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വീടിനകത്തിട്ട് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു. ഇഫ്താഹ് പറഞ്ഞു, എനിക്കും എൻ്റെ ജനത്തിനും അമ്മോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത്രയാണ് സംഭവിച്ചത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ വരുന്നത് എന്തിനാണ് എന്ന് ഇഫ്താഹ് ചോദിക്കുന്നു. പക്ഷേ അത് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം തന്നെ എഫ്രൈമിൽ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇഫ്താഹ് ഗിലെയാദ്യരെയൊക്കെയും വിളിച്ചുകൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്യാൻ പോകേണ്ടി വന്നത്. അങ്ങനെ യുദ്ധം ചെയ്യുക, അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ തുടർന്നുണ്ടായ യുദ്ധങ്ങളുടെയും പല ദിവസങ്ങളിലായിട്ട് എഫ്രൈമിൽ 40,000 പേരാണ് മരിച്ചത്. 40,000 പേര് എഫ്രൈമിനെ കൊല്ലാൻ തക്കവണ്ണം അതിടയാക്കി. ചിലർ ചെയ്തൊരു പ്രശ്നമാണ്, ചിലരുണ്ടാക്കിയ വിഷയമാണ്. എഫ്രൈമിൽ 40,000 പേരും വന്ന് പ്രശ്നമുണ്ടാക്കിയതല്ല. എഫ്രൈമിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ചേർന്ന് വരുന്നൊരു സംഘം, അതിൻ്റെ മൂപ്പന്മാരും നേതൃത്വത്തിലുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. അവരാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ അവരെ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ട് വന്നതും അവർ തന്നെയാണ്. പക്ഷേ ആ പ്രശ്നത്തിന്മേൽ തിരിച്ച് ഒരു യുദ്ധം ചെയ്തപ്പോൾ 40,000 പേർ, അത് യുദ്ധത്തിൽ മാത്രമല്ല ഈ 42,000 പേര് മരിക്കുന്നത്. അവരെ അവിടെ വെച്ച് ഇവരെ ഒരു കടവുണ്ട്, യോർദാൻ്റെ ഗിലെയാദ്യർ എഫ്രൈം ഭാഗത്തുള്ള യോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു. അപ്പോൾ ഇവർ അതിലേക്ക് കടന്നു വരുമ്പോൾ അക്കരെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോവും. അക്കരെ കിടക്കാൻ വേണ്ടിയിട്ട് എഫ്രൈമർ വരും. അപ്പോൾ എഫ്രൈമരിൽ ആരെങ്കിലും വരുമ്പോൾ അവരോട് എഫ്രൈമിനാണെന്ന് ചോദിക്കും. അല്ല, എഫ്രൈമിനാണെങ്കിലും അല്ല എന്ന് പറയും. അപ്പോൾ അവരോട് ഒരു വാക്ക് സംസാരിക്കാൻ പറയും, ശിബോലത്തെന്ന് പറയാൻ പറയും. അപ്പോൾ ശിബോലത്തെന്ന് പറയുമ്പം അത് ശിബോലത്തെന്ന് ശരിയായി ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ കഴിയാത്തത് കൊണ്ട് അതപ്പം മനസ്സിലാവും ഇത് ഇവരാണെന്ന്, എഫ്രൈമിലാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഓരോരുത്തരെയായിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെയും കൂടെയാണ്, യുദ്ധം മാത്രമല്ല, അങ്ങനെയും കൂടെയാണ് 42,000 പേര് മരിക്കുന്നത്. ഇഫ്താഹ് 6 വർഷമാണ് ഇസ്രായേലിന് ന്യായാധിപനായിരുന്നത്. പിന്നെ അദ്ദേഹം മരിച്ചു. അതിനുശേഷം ബെത്ലഹേമിലായ ഇബ്സാൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. അത് 7 വർഷം ന്യായാധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് ഏലോൻ ഇസ്രായേലിന് ന്യായാധിപനായി. 10 വർഷവും അദ്ദേഹം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തിന് ശേഷം അബ്ദോൻ എന്ന ഒരു പിരാഥോൻ എന്ന സ്ഥലത്തെ അബ്ദോൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. 8 വർഷമാണ് ന്യായാധിപനായിരുന്നത്. അദ്ദേഹവും മരിച്ചു. പിന്നെ വരുന്ന ഇനിയൊരു ചരിത്രം എന്ന് പറയുന്നത് ഇച്ചിരി സംഭവബഹുലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അത് ഒരു ന്യായാധിപൻ്റെ കാലം തന്നെയാണ്, കുറച്ച് ദീർഘമായൊരു കാലം, വളരെ സംഭവങ്ങൾ നടക്കുന്നൊരു കാലം. അതിന് കാരണമായി വന്നത് 13-ാം അധ്യായം നമ്മൾ തുടക്കം വായിക്കും. ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവരെ 40 വർഷം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടെ അത് ആണ് അതിൻ്റെ ആദ്യം വായിക്കുന്ന വാക്യം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ താഴോട്ട്. അവിടെ മനോഹ എന്നൊരു പുരുഷൻ ഉണ്ടായിരുന്നു. മനോഹയുടെ ഭാര്യയ്ക്ക്
ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. ഈ മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു, മക്കളില്ലായിരുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളണം. വീഞ്ഞ മദ്യവും നീ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും വരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്ത് തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. നാസീർ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവനായിരിക്കും. അവൻ ഇസ്രായേലിനെ, അപ്പം നമ്മൾ നസീർ എന്നൊക്കെയുള്ള പേര് മുസ്ലിങ്ങളുടെ ഇതിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ, നസീർ. അപ്പം നസീർ എന്ന വാക്ക് അത് തന്നെയാണ്. അവൻ ഇസ്രായേലിനെ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഈ കാര്യം സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു. ദൈവപുരുഷൻ്റെ അടുക്കൽ വന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനോഹയോട് പറഞ്ഞു. മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവദൂതൻ എന്നുള്ളത് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ദൈവദൂതനാണെന്ന് അറിയുന്നില്ലെന്നാണ് ഇടയ്ക്ക് വായിക്കുന്നത്. നീ അയച്ച ദൈവപുരുഷൻ, അത് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് എനിക്ക് അറിയുന്നെന്ന് തോന്നുന്നില്ല. ദൈവപുരുഷൻ എന്നാണ് പറയുന്നത്. ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ഈ ജനിക്കാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, മനോഹയോട് പറഞ്ഞു, ഇതാ അന്ന് വന്ന ദൈവപുരുഷൻ, ഇതാ വീണ്ടും അന്ന് വന്ന ആൾ ഇതാ വീണ്ടും എനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. മനോഹ ഉടനെ എഴുന്നേറ്റ് നിന്ന് ആ പുരുഷൻ്റെ അടുക്കലെത്തി സ്ത്രീയോട് സംസാരിച്ചാൽ നീ തന്നെയാണോ എന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെയാണെന്ന് മറുപടിയും പറഞ്ഞു. പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനോഹയോടും ഭാര്യയോടും വീണ്ടും പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്, ഇങ്ങനെ സൂക്ഷിക്കണം എന്നിട്ട് പറഞ്ഞു. അപ്പം മനോഹ ഈ പുരുഷനോട് പറഞ്ഞു, ഞങ്ങളൊരു കോലാട്ടിൻ കുട്ടിയെ നിനക്ക് പാകം ചെയ്യുമ്പോൾ നീ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ പറഞ്ഞു മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിൻ്റെ ആഹാരം കഴിക്കില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളാൻ പറയും. ഹോമയാഗം കഴിക്കുന്നെങ്കിൽ അവിടെ പറയുന്നുണ്ട് 16-ാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മനോഹയുടെ ദൂതൻ യഹോവയുടെ ദൂതനാണെന്ന് മനോഹ അറിഞ്ഞില്ലെങ്കിൽ മനോഹയുടെ ഭാര്യയും അറിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് ഊഹിക്കാം. അതിനിടയ്ക്ക് മനോഹ ചോദിക്കും, ഞങ്ങൾ നിൻ്റെ ഈ വാക്ക് നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിൻ്റെ പേരെന്തെന്ന് പറഞ്ഞു തരണമെന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ പേര് ചോദിക്കുന്നതിനാ, അത് അതിശയമുള്ള പേരാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. യഹോവ ഒരു കോലാട്ടും കുട്ടിയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കി നിൽക്കെ തന്നെ ഈ വന്ന പുരുഷൻ ഒരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങി. അപ്പം അഗ്നിജ്വാല ഹോമയാഗമാണല്ലോ, അപ്പോൾ അത് കത്തി ആ യാഗപീഠത്തിൽ നിന്ന് പുക ഉയർന്നു. ആ പുക ഉയർന്നപ്പം യഹോവയുടെ ദൂതൻ ആ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടി അങ്ങ് കയറിപ്പോയി. അപ്പം മനോഹയും ഭാര്യയും അത് കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അങ്ങനെ പിന്നെ ഉണ്ടായുമില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് യഹോവയുടെ ദൂതനിൽ നിന്ന് മനോഹ അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ, ഞാൻ ദൈവത്തെ കണ്ടതുകൊണ്ട് മരിച്ചു പോകും എന്ന് മനോഹ പറഞ്ഞു, ഇല്ല, യഹോവ നമ്മളെ കൊല്ലുകയില്ല. നമ്മളെ കൊല്ലുവാൻ ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയില്ലയോ, ഇവയൊക്കെ നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് മനോഹയുടെ ഭാര്യ പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. ശിംശോൻ എന്നാണ് പേരിട്ടത്. ശിംശോൻ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സാംസൺ എന്നറിയപ്പെടുന്ന ആളാണ് ശിംശോൻ. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അവന് ശക്തി, അല്ലെങ്കിൽ അവനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതലായി, അതിൻ്റെ അളവ് കൂടി വന്നു, അവനിൽ ശക്തി കൂടി വന്നു. ഈ ശിംശോനെ കൊണ്ട്, അല്ലെങ്കിൽ സാംസനെ കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ ഈ ഫെലിസ്ത്യർക്കെതിരെ ചെയ്യുവാനുണ്ട്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു പ്രത്യേക ഗിദെയോനൊക്കെ ഉണ്ടല്ലോ, ഗിദെയോനിലൊക്കെ ദൈവത്തിൻ്റെ ശക്തി പകർന്ന് ആത്മാവ് പകർന്ന് ഒക്കെയും ചെയ്തതുപോലെ ഇവിടെ സാംസണിലേക്കും ശിംശോനിലേക്കും ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പവർ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു പ്രവൃത്തി അദ്ദേഹത്തെ കൊണ്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നാളെയുള്ള അധ്യായങ്ങളിൽ ശിംശോൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെ നമുക്ക് വായിക്കാവുന്നതാണ്.
രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം. ചരിത്രം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ലോകത്ത് പല പുസ്തകങ്ങൾ കാണാം, പല മതത്തിൻ്റെയും പുസ്തകങ്ങൾ കാണാം. അവിടെയൊന്നും ചരിത്രം കാണുകയില്ല. അത് ഇമാജിനേഷനുകളോ അല്ലെങ്കിൽ മിത്ത് എന്ന് പറയുന്ന സംഗതികളോ ഒക്കെ ആയിരിക്കും. ഇവിടെ ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ, വേണമെങ്കിൽ ഭൂമിയുടെ തന്നെ എന്ന് പറയാവുന്ന ഒരു ചരിത്രമാണ് ഈ ബൈബിളിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത. കഴിഞ്ഞ നാളുകളിൽ നടന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി വരാൻ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും എഴുതപ്പെട്ട ചരിത്രങ്ങളുടെ പുസ്തകം കൂടിയാണ് ബൈബിൾ എന്നത് ഒരു ചെറിയ പ്രത്യേകതയല്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് രാജധാനി വിചാരകനായ എല്യാക്കീം, രായസക്കാരൻ ശെബ്ന, മന്ത്രിയായ യോവാഹ്, ഇവർ 3 പേരും കൂടെ ഹിസ്കിയാ രാജാവിൻ്റെ അടുക്കൽ വന്ന് സൻഹെരീബിൻ്റെ സൈന്യാധിപൻ രബ്ശാക്കെ വന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ വന്ന് അവർ നിന്നയുടെ വാക്കുകളാണ് പറഞ്ഞത്. അവർ ഏറ്റവും ഉപരി നിന്ദിച്ചത് ഹിസ്കിയാ രാജാവിനെ അല്ല, അതിലുപരിയായി ദൈവത്തെയാണ്. ഹിസ്കിയാവ് എന്ന രാജാവാണെങ്കിൽ തന്നെയും ഹിസ്കിയാവ് എന്ന പരിപൂർണനായ ഒരു ദൈവ വിശ്വാസിയായ ഭക്തനായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഹിസ്കിയാവിന് ആ വാക്കുകൾ സഹിക്കാവുന്നതായിരുന്നില്ല. ഹിസ്കിയാവ് അപ്പം തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് നടന്നു. രാജാവിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഉപേക്ഷിച്ച് 2 ചാക്കുശീല ഉടുത്താണ് പിന്നെ നടക്കുന്നത്. ഹിസ്കിയാവ് പറഞ്ഞു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനും ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രബ്ശാക്കെ അവൻ്റെ യജമാനായ അശ്ശൂർ രാജാവ് അയച്ചു പറയുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമേ. ഇത് എന്നിട്ട് ഹിസ്കിയാ രാജാവ് യെശയ്യാവിൻ്റെ അടുക്കൽ ഭൃത്യന്മാരെ അയച്ചു. അപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനായ രാജാവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, ദൈവം യഹോവ പ്രകാരം പറയുന്നു. ദൈവത്തിൻ്റെ വാക്കുകളാണല്ലോ, അല്ലാതെ യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകളൊന്നും യെശയ്യാ പ്രവാചകന് പറയാനില്ല. അശ്ശൂർ രാജാവിൻ്റെ ഭൃത്യന്മാർ നിന്ദിച്ചായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം നീ ഭയപ്പെടേണ്ട. ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാളുകൊണ്ട് വീഴുമാറാക്കും. ആരെ? അശ്ശൂർ രാജാവായ സൻഹെരീബിനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്ന് പറഞ്ഞു. ഹിസ്കിയാ രാജാവിന് അത് കേട്ടൊരു സമാധാനമായി. എന്നാൽ രബ്ശാക്കെ മടങ്ങി തിരിച്ചു എന്ന് നോക്കുമ്പം അശ്ശൂർ രാജാവ് ലിബ്നയോട് യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാഖീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടു. അങ്ങനെയാണ് പോയി നോക്കിയത്. എന്നാൽ കൂശ രാജാവ് തിർഹാക്ക തൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു കൽപ്പിച്ചു എന്തെന്നാൽ. അപ്പം ഇവിടെ വേറെയും സംഭവങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട്. തിർഹാക്ക കൂശ രാജാവ് യുദ്ധത്തിന് വരുന്നുണ്ട്. ലിബ്നായിലെ യുദ്ധം നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് വേറെയും പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ യഹൂദ രാജാവ് ഹിസ്കിയോട് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത്, യെരുശലേം അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കളയുകയില്ല. നീ ആശ്രയിക്കുന്നതിൻ്റെ ദൈവം നിന്നെ ചതിക്കും. അശ്ശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോട് യുദ്ധം ചെയ്ത് അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങൾക്കും വരുത്തും. ആ ദൈവം അവരെ വിടുവിക്കില്ല. ആരെങ്കിലും ഈ അശ്ശൂരിൻ്റെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടു നീ കേട്ടിട്ടുണ്ടോ? ഗോസാൻ, ഹാരാൻ, രേസഫ, തെലസാർ, ഏദേന്യർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച് കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? അപ്പം ഇത് സൻഹെരീബിൻ്റെ വാക്കുകളാണ് ഇവിടെ വന്ന് പറയുന്നത്. ജാതികളുടെ ദേവന്മാരെ അവിടെ വിടുവിച്ചിട്ടില്ല. ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫർമയും പട്ടണവും ഹേന, ഇവയ്ക്കൊക്കെ രാജാക്കന്മാരൊക്കെ എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവിന് ദൈവത്തോടല്ലാതെ ഈ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ദൈവത്തിനോട് തന്നെ ആലയത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇസ്രായേൽ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായി സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയുടെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു.
പ്രിയ സുഹൃത്തെ, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണിത്. നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും രാജാവാകുന്നു. ദൈവത്തിൻ്റെ വളരെ ഭക്തനായ യഹൂദനായ അല്ലെങ്കിൽ ഇസ്രായേലിനായ ഒരു രാജാവായിരിക്കുന്ന ഒരുവൻ, ആ രാജാവിൻ്റെ കാലത്ത്, പഴയ നിയമകാലമാണ്, രാജാവിൻ്റെ കാലത്ത് ആ രാജാവിനും ആ രാജാവിൻ്റെ കാലഘട്ടത്തിലും അതിനു മുമ്പും പിൻപും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളുടെയും ഇസ്രായേലരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ വിശ്വാസമാണ് ഇവിടെ പറയുന്നത്. നീ ഒരുത്തൻ മാത്രം ദൈവമാകുന്നു. എവിടെയൊക്കെ ദൈവം? സർവ്വരാജ്യങ്ങൾക്കും ദൈവം. മറ്റു ജാതികളൊക്കെ പല ദൈവങ്ങളെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ദൈവമല്ല. നീ ഒരുവൻ മാത്രമാണ് സർവ്വദേശത്തിനും സർവ്വഭൂമിക്കും രാജാവ്. പക്ഷെ അവരത് അറിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങ് മാത്രമാണ് രാജാവ്. അപ്പോൾ ആ രാജാവ് പഴയ നിയമത്തിൽ നീ ഒരുവൻ മാത്രം രാജാവായിരിക്കുമ്പോൾ, ഇന്ന് പുതിയ നിയമമല്ലേ, ഇന്ന് ഒന്നിലധികം ദൈവങ്ങളുണ്ട്. ഏകസത്യ ദൈവമല്ല, ഇന്ന് ഒന്നിലധികം ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് സംഗതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്നും ഇന്നും ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. അന്നും ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഇന്നും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അന്ന് ഏതാണ് ദൈവം, ആ ദൈവം തന്നെയാണ് ഇന്നും ദൈവം. അപ്പം ദൈവത്തിനെ മാറ്റാനൊന്നും മനുഷ്യൻ വിചാരിച്ചാൽ ദൈവത്തിനെ മാറ്റാനൊക്കില്ല. മനുഷ്യൻ വിചാരിച്ചാൽ മാറുന്നതുമല്ല ദൈവം. ദൈവം ആരെന്നറിയുകയും ആ ദൈവത്തെ പിൻപറ്റുകയും ആ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ പലതും പറയും, ഒരു ദൈവമല്ല, രണ്ട് ദൈവമാണ്, അല്ല മൂന്ന് ദൈവമാണ്, അല്ലെങ്കിൽ മൂന്ന് ദൈവം കൂടെ ചേർന്നൊരു ദൈവമാണ്. ഇതൊക്കെ ആളുകൾ പറയും. നമ്മൾ വചനത്തിൽ വിശ്വസിക്കുന്ന പഴയ നിയമത്തിൽ ഒരു ദൈവമായിരുന്നു, പുതിയ നിയമത്തിൽ അത് മൂന്ന് ദൈവമായി, രണ്ട് ദൈവമായി എന്ന് പറയുന്ന തെറ്റായ വിശ്വാസത്തിലേക്ക് പോകാതെ സത്യവിശ്വാസത്തിൽ യേശുക്രിസ്തു പോലും പറഞ്ഞതുപോലെ, യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം പരിശോധിക്കാം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് എന്താണ് നിത്യജീവനോ? നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പം നിന്നെ ഏകസത്യദൈവം എന്ന് പറയുന്ന അങ്ങയെ അറിയണം, അങ്ങ് അയച്ച എന്നെ അറിയണം, രണ്ടുപേരും രണ്ടായിട്ട് അറിയണം. അങ്ങനെ ആ അറിവാണ് നിത്യജീവൻ എന്ന് പറയുമ്പം. അറിവ് എങ്ങനെയാണ്? വിശ്വാസമല്ലേ നിത്യജീവന് ആധാരം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് അറിവിൽ നിന്നുണ്ടാകുന്നതാണ്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും, വിശ്വാസം തെറ്റിയാൽ എല്ലാം തെറ്റും. അപ്പം വിശ്വാസം അറിവിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ആ അറിവെന്ന് പറയുന്നത് ദൈവം ഒരുവനാണ് എന്നുള്ള അറിവാണ്. അത് യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യേശുക്രിസ്തുവും പറയുന്നത് ഏക ദൈവമാണ്. ഈ ഹിസ്കിയാ രാജാവ് പറഞ്ഞ അതേ കാര്യം. അപ്പോൾ അവിടെ വ്യത്യാസം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വ്യത്യാസം വന്നിട്ടില്ല. പഴയ നിയമത്തിൽ ഏക ദൈവമാണ്, ഒരു ദൈവമാണ് എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമത്തിലും യേശുക്രിസ്തു പോലും പറയുന്നുണ്ട് ഏക ദൈവമാണ്. പക്ഷേ മനുഷ്യൻ അത് സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ശരി, നമുക്ക് താഴേക്ക് വരാം. ഉണ്ടാക്കി ചെവി ചായ്ച്ച് പ്രാർത്ഥന കേൾക്കണമേ, തൃക്കണ്ണ് തുറക്കണമേ, സനിഹരീബിൻ്റെ ആൾക്കാർ നിന്ദിപ്പാൻ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കണമേ എന്നൊക്കെയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴോ ദൈവമായ യഹോവേ, അങ്ങ് ഒരുവൻ മാത്രം യഹോവ എന്ന ഭൂമിയിലെ സർവ്വ രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പം ശശൂർ വന്ന് യുദ്ധം ചെയ്യുന്നതൊക്കെയും ചിലപ്പോൾ മറ്റുള്ള രാജ്യക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. മറ്റുള്ള രാജ്യക്കാരെന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ തോൽപ്പിച്ച രാജാക്കന്മാരും ആ ദേശത്തിലെ ജനങ്ങളൊക്കെ എന്തായാലും ഇവരെങ്ങോട്ടാണ് പോയതെന്നൊക്കെ പിന്നീട് അറിയുമല്ലോ. അറിയുമ്പോൾ അവിടെയൊന്നും ഉണ്ടായ ജയം ഇവിടെ ഉണ്ടാകരുത്. ഇവിടെ ശരിക്ക് അനുഭവിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇവിടെ യഹോവ എന്നൊരു ദൈവം ഇസ്രായേലിനുണ്ട്. ആ ഇസ്രായേലിൻ്റെ ദൈവം അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ഇസ്രായേലിനെ സ്പർശിക്കാൻ പോലും ഇടയാക്കാതെ വലിയ ജയം കൊടുത്തു എന്ന് അറിയുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സർവ്വരാജ്യങ്ങളും അങ്ങൊരുവൻ മാത്രം യഹോവ ദൈവം എന്നറിയണം എന്ന് ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച ദൈവത്തോടാണെങ്കിലും ഉത്തരം വരുന്നത് യെശയ്യാവിലൂടെയാണ്. അത് യെശയ്യാവിനെ അവിടെ അതിനുവേണ്ടിയാണല്ലോ ആക്കിയിരിക്കുന്നത്. അപ്പോൾ യെശയ്യാവ് ഈ ഉത്തരങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് യെശയ്യാവ് എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ പുരുഷനാണ് അല്ലെങ്കിൽ പ്രവാചകനാണെന്നൊക്കെ അവർ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അവർ യെശയ്യാവ് പറയുന്ന വാക്കുകൾ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നേരെ ഹിസ്കിയാവിനോട് മറുപടി പറയുന്നില്ല, മറിച്ച് യെശയ്യാവ് മുഖാന്തരമാണ് മറുപടി അയക്കുന്നത്. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ ആളുകളെ അയച്ച് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹേരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനം ആണിത്.
സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു. യെരുശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാവുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാണ് നീ ഒച്ച പൊക്കുകയും തല്ലത് ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട്, നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എൻ്റെ അസംഖ്യ രഥങ്ങളോടുകൂടി ഞാൻ മലമുകളിലും ലെബനോൻ്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിനെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളമൃഗങ്ങളും വൃക്ഷങ്ങളും ഞാൻ മുറിക്കും എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് പറഞ്ഞ് എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗൗനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും നിന്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നതുകൊണ്ടും ഞാൻ എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൻ നിൻ്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകും എന്ന് പറയുകയാണ്. എന്നിട്ട് യഹൂദാഗൃഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. സൈന്യങ്ങളുടെ യഹോവ തീക്ഷ്ണത അതിനെ അനുഷ്ഠിക്കും. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയുമില്ല, അതിൻ്റെ നേരെ പരിചയോടുകൂടി വരികയില്ല, അതിൻ്റെ നേരെ വാടകോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയുമില്ല. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് യെശയ്യാപ്രവാചകൻ ദൂതന്മാർ മുഖാന്തരം, തൻ്റെ ദാസന്മാർ മുഖാന്തരം ഹിസ്കിയാ രാജാവോട് അറിയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പുറപ്പെട്ടു. അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. വെറുതെ കൊല്ലുകയാണേ, അല്ലാതെ യുദ്ധമൊന്നും അവിടെ ഒന്നും സംഭവിച്ചില്ല. രാവിലെ ജനം എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നു. തലേദിവസം കിടന്നവരെ രാവിലെ നോക്കിയപ്പം 185,000 പേര് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. 185,000 എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം വലിയ തുക കാണാൻ അറിയത്തില്ല. മലയാളികൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ 1,85,000 എന്ന് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ വലിപ്പം മനസ്സിലാവൂ. ഇത് 2 രാജാക്കന്മാർ, ഇത് രാജാവിൻ്റെ കാര്യമാണല്ലോ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ രാജാവിൻ്റെ കാര്യങ്ങൾ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതണമല്ലോ. അങ്ങനെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഹിസ്കിയാ രാജാവിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. അവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം, 2-ാം പുസ്തകം 2 രാജാക്കന്മാർ, അതിൽ 19-ാം അധ്യായത്തിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അവിടെ 1,85,000 എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ 185,000 എന്ന് മലയാളത്തിൽ എഴുതി, അവിടെ 1,85,000 എന്ന് തന്നെയാണ്, അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 1,80,000 പേരെ 1,85,000 പേരെ ദൈവത്തിൻ്റെ ദൂതന് രാത്രി കൊണ്ട് കൊന്നുകളയുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ 1,85,000 പേരും അവിടെ മരിച്ചു കിടക്കുന്നതാണ് മറ്റുള്ളവർ കാണുന്നത്. അങ്ങനെ ഇനി അവിടെ നിൽക്കാൻ ഒക്കില്ലല്ലോ. ഇത് കണ്ട് ഭയപ്പെട്ടേ ഒക്കുള്ളൂ. ആരായാലും ഭയപ്പെട്ടു പോകും. അവിടെ അത്രയും വേണ്ട, ഒരു 1000 പേര് മരിച്ചു കിടന്നാൽ പോലും ഭയപ്പെട്ടു പോകും. അപ്പോഴാണ് 1,85,000 പേര് മരിച്ചു കിടക്കുന്നത്. അശൂർ രാജാവ് പേര് നിനവയിൽ പോയി പാർത്തു. അവിടെ സംഭവിക്കുന്നത് ദൈവം നേരത്തെ പറഞ്ഞതുപോലെ, ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞതുപോലെ, അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. ഇതാണ് സംഭവിക്കുന്നത്. ദൈവത്തിനെ നിന്ദിക്കാൻ അയച്ച് പറയിപ്പിച്ച അശൂർ രാജാവായ സൻഹെരീബ് സകല രാജ്യങ്ങളെയും യുദ്ധം ചെയ്ത് ജയിച്ച് ജയാളിയായി വന്നുകൊണ്ടിരുന്ന ആ രാജാവ് ഇവിടെ ഒരു ജനമുണ്ട്, ആ ജനത്തെയും നശിപ്പിക്കാം അതുപോലെ എന്ന് വിചാരിച്ച് വന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇത് ദൈവത്തിൻ്റെ ജനമാണ്, ഇവിടെ ദൈവമുണ്ട്, യഹോവയായ ദൈവം ഇവിടെ ഉണ്ട്. ഇവർക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് ഇവരല്ല, മറിച്ച് ദൈവമാണ്, യഹോവയാണ് യുദ്ധം ചെയ്യുന്നുള്ളത് അറിയാതെ പോയി ആർക്ക്? സൻഹെരീബിനും രബ്ശാക്കേക്കും ഒക്കെ. പക്ഷേ അതിന്ന് മനസ്സിലായി. ഇന്ന് നേരത്തെ ഹിസ്കിയാ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ, നീ ഒരുവൻ മാത്രം ദൈവമെന്ന് സർവ്വരാജ്യങ്ങളും അറിയണം എന്ന് പറഞ്ഞത്, ആ 1,85,000 പേർ ഒരു യുദ്ധവും ചെയ്യാതെ, ആരും യുദ്ധം ചെയ്യാതെ, വാളില്ലാതെ ചുമ്മാ മരിച്ചു കിടക്കുന്നത് അന്ന് മുതൽ അറിയുവാനിടയാകും. അന്ന് ഇന്നത്തെ പോലെ പത്രമോ സോഷ്യൽ മീഡിയയോ TV യോ മറ്റു വാർത്താമാധ്യമ സംഗതികളൊന്നുമില്ല. പക്ഷെ പറഞ്ഞ് യേശു
ക്രിസ്തു മരിച്ചതും ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമൊക്കെ അന്നറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയല്ല. ആ നടക്കാത്തൊരു സംഭവം നടന്നത് അങ്ങനെ തൊട്ട അയൽവക്കങ്ങളിലൊക്കെയും പറഞ്ഞ് കേട്ട് 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 രാജ്യങ്ങൾ കേട്ട വാർത്ത ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഇന്ത്യയിലിരുന്നും കേൾക്കാൻ തക്കവണ്ണം അന്ന് ഇടയായിട്ടുണ്ട്. സമയമെടുത്തിട്ടുണ്ട്, പെട്ടെന്നല്ല. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു വാർത്ത ഉണ്ടായാൽ ആ നിമിഷം തന്നെ ഭൂമിയുടെ ലോകത്തിൻ്റെ എവിടെ നിന്നാലും ആ വാർത്ത അന്ന് തന്നെ അപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നത് പോലെ ഒരു സംവിധാനമില്ല. മറിച്ച് ദിവസങ്ങളെടുത്ത് ആ വാർത്ത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. അത് തൊട്ട അയൽ ദേശങ്ങളിലും അയൽ പ്രദേശങ്ങളിലും ആ പ്രദേശങ്ങളിൽ നിന്ന് അന്ന് ഇതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് തടസ്സങ്ങളില്ല. വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടക്കാരും യാത്രക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി വഴി അറിയുന്നു. അവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ ദേശത്ത് സംസാരിക്കുന്നു. അങ്ങനെ സമയം എടുത്തായാലും ഈ വാർത്ത പല ദേശങ്ങളിലും അറിഞ്ഞിട്ടുണ്ട്, പല രാജ്യങ്ങളിലും അറിഞ്ഞിട്ടുണ്ട്, സർവ്വഭൂമിയിലും അറിഞ്ഞിട്ടുണ്ടാകാം. അതുതന്നെയായിരുന്നു ഹിസ്കിയ രാജാവിൻ്റെ പ്രാർത്ഥന. അങ്ങ് ഒരുവൻ മാത്രം ദൈവമെന്ന് സർവ്വരാജ്യങ്ങളും അറിയേണ്ടതിന് ഇടയാക്കണമെന്നാണ്. ആ രാജ്യങ്ങൾ ഇടയാക്കാൻ തക്കവണ്ണ ഒരു സംഭവമാണ് നടന്നത്. ഒരു യുദ്ധവുമില്ലാതെ. ഒരു യുദ്ധം ചെയ്താലും അന്നത്തെ കാലത്ത് 1,85,000 പേരൊന്നും മരിക്കില്ല. അത് പല ദിവസങ്ങളെടുത്താൽ മാത്രമേ 1,85,000 പേര് മരിക്കുകയുള്ളൂ. യുദ്ധം ദിവസങ്ങളോളം നീണ്ടുപോയാൽ ഇത്രയും പേരൊക്കെ മരിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ 1,85,000 മരിച്ച് ഈ സംഭവം ആ ഇസ്രായേലിനെ വിടുവിക്കുന്ന ഒരു ദൈവം യഹോവ ഉണ്ട്, അതൊരു ദൈവം, ആ ഒരു ദൈവമാണ് ദൈവം എന്ന് സർവ്വ രാജ്യങ്ങളും ഭൂമി അറിയാൻ തക്കവണ്ണം ഹിസ്കിയ രാജാവിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ, വളരെ രസകരമായ, രസകരമെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, നടന്ന സംഭവം, ചരിത്ര സംഭവം, കഥയല്ല, ഇമാജിനേഷൻസ് അല്ല. ബൈബിളിൽ ഈ നടന്ന സംഭവമാണെന്നുള്ളത് നമ്മൾ വിശ്വാസികൾക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ്. എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന നടക്കാനുള്ള കാര്യങ്ങളും നടക്കാനുള്ളതാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ലക്ഷ്യബോധം തരുന്ന കാര്യമാണ് എന്നുള്ളതും കൂടെ ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. തുടർന്ന് നമുക്ക് മൂന്നാമത്തെ വായനാഭാഗത്ത് കിടക്കാം. അത് പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 3, 4, 5 അധ്യായങ്ങളാണ്. അവിടെയും ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച പോലെ തന്നെ ഉപദേശങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എല്ലാം കൊണ്ടും ധന്യമായ വാക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആശയങ്ങൾ തന്നെയാണ് ഇവിടെയും തുടർന്ന് നമ്മൾ കേൾക്കുന്നത്. ഒന്നാമത്തെ ഒരു വാക്യം വായിക്കുന്നു, മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് ഭാര്യമാരോട് പറയുന്നതാണ്. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പോൾ ഈ ഭാര്യമാരെന്ന് പറയുന്നത് വിശ്വാസികളായ ഭാര്യമാരോടാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ചിലപ്പോൾ വിശ്വാസികളാകണമെന്നില്ല, ദൈവത്തിൻ്റെ വഴി അനുസരിച്ച് നടക്കുന്നവരാകണമെന്നില്ല. അവരോട് ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിപ്പാൻ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ലക്ഷ്യമാണ് പറയുന്നത്. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്തവരുണ്ടെങ്കിൽ ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ഈ സത്യത്തിലേക്ക് ചേർന്ന് വരുവാനിടയാകും. അപ്പം നിങ്ങൾ ഭാര്യമാരായിരിക്കും, നിങ്ങൾ വിശ്വാസികളാണ്, ശരി തന്നെ. നിങ്ങൾ ദൈവവചനത്തിനോ ദൈവത്തിനോ ക്രിസ്തുവിനോ അനുസാരമായതല്ലാത്ത പ്രവൃത്തികളും, അയാൾ നിങ്ങളെ അടിക്കുമ്പോൾ 2 അടി തിരിച്ചടിക്കുകയും അയാളോട് എതിർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിൻ്റെ പവിത്രതയോ വിശുദ്ധിയോ അതിൻ്റെ നന്മയോ ഒന്നും അയാൾ മനസ്സിലാക്കുകയില്ല. അയാൾ ജീവിതത്തിൽ ഒരിക്കലും ഈ സത്യസുവിശേഷത്തെ വിശ്വാസത്തിലേക്ക് വരികയില്ല. അങ്ങനെ നിങ്ങൾ ഭാര്യമാരായിരിക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഈ വിശ്വാസത്തിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ അവർക്ക് കീഴടങ്ങിയിരുന്ന് ഈ ദൈവിക സ്വഭാവങ്ങൾ, എന്ത് പ്രശ്നം വന്നാലും ഈ ദൈവ സ്വഭാവങ്ങൾ വിടാതെ നിങ്ങൾ അതിൽ നിൽക്കണം എന്നാണ്. ചെറിയൊരു വാക്യമാണ്, വലിയ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സ്ത്രീകളായിരിക്കുന്ന, സഹോദരിമാരായിരിക്കുന്ന ഭാര്യമാരോട് പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. ചിലരിത് കേട്ടിട്ടോ ഞങ്ങളെ അടിമയാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്യമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഈ കാലത്തുണ്ട്. പക്ഷേ ദൈവവചനമാണ് ഇവിടെ വായിച്ചത്. ദൈവവചനം ഏറ്റെടുത്ത് അതുപോലെ ചെയ്യുന്നവർക്ക് അനുഗ്രഹമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിവിടെ പറയുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ വിശ്വാസത്തിലല്ലെങ്കിലും അവർ ഇതിലേക്ക് ചേർന്ന് വരണമെങ്കിൽ നിങ്ങളുടെ നടപ്പ് കണ്ടിട്ട് വേണം അതിലേക്ക് വരാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന ആശയം.
അങ്ങനെ സഹോദരിമാരായിരിക്കുന്നവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാര്യമാരായിരിക്കുന്നവർ എങ്ങനെയാണ് എന്നുള്ളത് അവിടെ താഴോട്ട് പറയുന്ന, നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യനായിരിക്കണം. അപ്പം നിങ്ങൾ അണിയപ്പെടുന്നത് പുറത്ത് നിങ്ങൾ കാണുമ്പോൾ സൗമ്യത നിങ്ങൾക്ക് ഒരു അലങ്കാരമായിരിക്കണം, സാവധാനത നിങ്ങളുടെ സൗന്ദര്യമായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉള്ളിലുള്ളതാണ്, പക്ഷേ ഇത് പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കും. തലമുടി പിന്നുന്നത് പോലെയോ, മാലയിടുന്നത് പോലെയോ, പൊട്ടുകുത്തുന്നത് പോലെയോ, പൗഡർ ഇടുന്നത് പോലെയോ, തല ചീകുന്നത് പോലെയോ ഒക്കെ അതിനേക്കാളും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ തേജസ് വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഉള്ളിലുള്ള സൗമ്യത, സാവധാനതയുള്ള മനസ്സ്, അത് ഗൂഢമനുഷ്യനാണ്, ഉള്ളിലിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് പുറത്ത് പ്രകടമാകും. അത് ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. ഒരു ഉദാഹരണം പറയുന്നു, സാറ കുറച്ചിവിടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത് ഭർത്താക്കന്മാരോട് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീധനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവാസികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചും അവിടെ വ്യക്തമായ കാര്യം പറയുന്നുണ്ട്. അവർ ബലഹീനപാത്രമെന്ന് തന്നെയാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്. അങ്ങനെ ഭാര്യമാർക്കുള്ള ഉപദേശം, ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം ഒക്കെ നമ്മളിവിടെ വായിക്കാം. തുടർന്ന് തീർച്ചയ്ക്ക് എല്ലാവരും, ഭാര്യയായാലും ഭർത്താവായാലും ആരായാലും തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും, അത് ഭർത്താവിൻ്റെ ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടുമല്ല, എല്ലാവരും തമ്മിൽ ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. ഇതാണ് നമ്മുടെ ഉള്ളിൽ പറയുന്ന ഗൂഢമനുഷ്യൻ എന്ന് പറയുന്നത്. ഇത് ഉള്ളിലുള്ളതാണെങ്കിലും അത് ഉള്ളിലുള്ളത് അത് പുറത്ത് പ്രകടമാകുന്നതാണ്. അങ്ങനെയാണ് നമ്മളിലൂടെ ദൈവത്തിന് മഹത്വവും ദൈവത്തിന് നല്ല പേരും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവരുടെ കൂടെ വരാൻ ആൾക്കാരും ഉണ്ടാകും. ദോഷത്തിന് ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ, നിങ്ങളെ അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ശപിക്കുന്നവരാകാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ശപിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതിനുള്ള പ്രതികൂലമായ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ കാണിക്കേണ്ട ഒരു സ്വഭാവമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ശാപം ലഭിക്കുമ്പോഴും നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്നുള്ളത്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മതി നമ്മളെപ്പോഴും. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ ആരും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല എന്നും അവിടെ വായിക്കുന്നുണ്ട്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയോടും ഭയഭക്തിയോടും കൊണ്ട് പ്രതിവാദം പറയണം. അതിനെപ്പോഴും ഒരുങ്ങിയിരിക്കും വേണം. അല്ലാതെ ഇങ്ങോട്ട് തർക്കിക്കാൻ വരുന്നവനോട് ചാടിക്കയറി പോടാ പൊട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ എടുത്തുപയോഗിക്കുന്ന വാക്കുകളാണ്. താൻ പറയുന്ന കാര്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ, അവരവരുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പറയുന്ന കേട്ട് നമ്മുടെ വഴിക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമുക്ക് ദേഷ്യം വന്നാൽ നമുക്ക് വായിത്തോന്നൊക്കെ നമ്മൾ വിളിച്ചു പറയും. അങ്ങനെ ചെയ്യരുതെന്നാണ്. അപ്പം നമ്മൾ സുവിശേഷം സംബന്ധിച്ച് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രത്യാശയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ പ്രത്യാശയാണ്. ആ പ്രത്യാശ നമ്മുടെയും പ്രത്യാശയാണ്. ആ പ്രത്യാശയെക്കുറിച്ചാണ് ഈ ന്യായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് തർക്കം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഏവരോടും സൗമ്യത, ഭയഭക്തി, ഇതോടുകൂടി വേണം മറുപടി പറയാൻ. അത് വിട്ട് നമ്മൾ മറുപടി പറയാൻ, അത് വിട്ട് ഒരു വാക്ക് നമ്മളിൽ നിന്നുണ്ടാകാൻ ഇടയാകരുത്. അവർ വീണ്ടും പ്രകോപിപ്പിച്ചാലും താഴ്മയോടെ സൗമ്യതയോടെയും താഴ്മയോടെയും വീണ്ടും പുസ്തകത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര വിശദീകരിച്ചിട്ടും അവർ കേട്ടില്ലെങ്കിലും പിരിയുമ്പോൾ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, സൗമ്യതയോടെ പിരിയാൻ നമുക്ക് വീണ്ടും കാണാം സഹോദര എന്ന് പറഞ്ഞ് പിരിയാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. വീണ്ടും ആ വാതിൽ എന്നേക്കും കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലെ, ഒരിക്കലും അവരുടെ മുമ്പിൽ ചെല്ലാൻ പറ്റാത്തതുപോലെ പിണങ്ങി വരികയല്ല വേണ്ടത്. വീണ്ടും നമുക്ക് കാണാനുള്ള സാധ്യത വെച്ചിട്ട് വേണം നമുക്ക് പോകേണ്ടത്. ഈ തുടരും എന്നൊക്കെ നമ്മൾ കാണുന്നത് പോലെ തുടരാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടാകണം. അതല്ലേ എല്ലാ നോവലിൻ്റെ, ഈ വീക്കിലി നോവലിൻ്റെയൊക്കെ അവസാനം അത് തുടരാനുള്ള ഒരു സാധ്യത വെച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ സീരിയലിലൊക്കെ നമ്മൾ കാണുന്നത്, സീരിയലിലും അടുത്ത ആഴ്ച കാണാനുള്ളൊരു താല്പര്യം ജനിപ്പിച്ചിട്ടാണ് ആ
ഓരോന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു സാഹചര്യത്തിനുള്ള വഴി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാതെ അതോടുകൂടി ഇയാൾ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് കൊട്ടിയടക്കപ്പോൾ കാലം എല്ലാത്തിനും അവസരം ഉണ്ടാക്കി. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് നമ്മളും കേട്ട ഉടനെ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. നമ്മൾ എത്രയോ തവണ ഇത് കേട്ട് നമ്മുടെ മനസ്സിനകത്ത് സംഘർഷമുണ്ടാവുകയും ഇത് കേട്ട് സത്യമാണോ എന്ന് വചനം വെച്ച് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും ആഴ്ചകളും മാസങ്ങളും എടുത്തിട്ടുണ്ടാകാം നമ്മൾ ഈ സത്യവിശ്വാസത്തിലേക്ക് വരുന്നതിലേക്ക്. അപ്പം കേട്ടതൊക്കെ വിശ്വാസമായി നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരും ഒക്കെ പറഞ്ഞു തന്ന വിശ്വാസമാണ്, നമ്മുടെ അച്ഛന്മാരും ഒക്കെ പറഞ്ഞ വിശ്വാസമാണ്. ആ വിശ്വാസം അങ്ങനെ തന്നെ അത്ര രൂഢമൂലമായിരിക്കുന്ന വിശ്വാസത്തെ പെട്ടെന്ന് പറിച്ച് എറിഞ്ഞു കളയാനൊക്കില്ല. അപ്പം അതിന് വചനമാണ് നമുക്ക് ഏറ്റവും ആധാരമെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വചനം എന്ത് പറയുന്നതാണെന്ന് കേൾക്കാൻ ഒരുവൻ മനസ്സ് വെച്ചാൽ മാത്രമേ ആ സത്യം കണ്ടെത്തുകയുള്ളൂ. അപ്പം അതിന് സമയമെടുക്കുമായിരിക്കും. ആ സമയം വരെയും ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അതിൻ്റേതായ സഹിഷ്ണുത കാണിച്ചേ ഒക്കുള്ളൂ. എന്നിട്ട് താഴോട്ട് പറയും, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. അപ്പോൾ ഇതൊരു കഷ്ടവും കൂടെയാണ്. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നവർ തർക്കിക്കുന്നു, ഒക്കെ ഒരു തിന്മയായ കാര്യമാണ്, അല്ലെങ്കിൽ കഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അത് സഹിക്കണമെന്ന് തന്നെയാണ്. അത് സഹിച്ചിട്ട് നിങ്ങൾ വീണ്ടും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരം എന്നാണ്. അവിടെ നോഹയുടെ കാലത്ത് ദൈവം അനുസരിക്കാത്തവരോട് പ്രസംഗിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ നോഹയുടെ കാലത്ത് എത്രയോ ഇന്നത്തെ പോലെ തന്നെ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ 10,000-കണക്കിന് ജനങ്ങളുണ്ടായിരുന്നിരിക്കും. അപ്പോൾ അവരോട് പ്രസംഗിച്ചു, ഉൽപ്പത്തി 6-ാം അധ്യായത്തിലും തുടർന്നുമൊക്കെ. പക്ഷേ അവിടുന്ന് രക്ഷപ്പെട്ടവർ എത്ര? വെറും 8 പേര് മാത്രമാണ് ആ ഇതിലൂടെ രക്ഷപ്പെട്ടത്. അപ്പം അത് സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പേരോട് സുവിശേഷം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടത് വെറും 8 പേരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നവരെല്ലാവരും കേൾക്കണമെന്നില്ല. അപ്പം ഇന്നും നമ്മൾ പറയുന്നവരെല്ലാവരും കേൾക്കണമെന്ന് ഏക സത്യദൈവം എന്ന് യേശുക്രിസ്തുവും എസ്കേ രാജാവും ഒക്കെ പറഞ്ഞാലും ഇല്ല, 2 ദൈവമുണ്ട്, അല്ല 3 ദൈവമുണ്ട് എന്ന് ഒരാൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അന്ന് അനേകരോട് ഈ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അവർ വിശ്വസിച്ചില്ല, പെട്ടകത്തിൽ കയറിയില്ല. അവർക്ക് എന്ത് പറ്റി? അവർ നശിച്ചുപോയി. അതുകൊണ്ട് എല്ലാ കാലത്തിലും പറയുന്ന എല്ലാവരും അത് കേൾക്കുമെന്ന് നമ്മൾ പറയണം. നമ്മൾ പറയുക സൗമ്യതയോടും സാവധാനതയോടെയും താഴ്മയോടും കൂടി പറയുക. പ്രകോപനമുണ്ടായാലും പ്രലോഭനമുണ്ടായാലും വീണ്ടും 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 താഴ്മയോട് തന്നെ അത് അവിടെ തന്നെ നിൽക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് വിശ്വസിക്കപ്പെട്ട് വരുന്നവരൊക്കെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകൂ. നമ്മൾ വായിക്കുന്ന അറിയാമല്ലോ, നമുക്ക് ഒരു ശേഷിപ്പ് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പം ഇത് വേറൊരു സ്നാനത്തെക്കുറിച്ച് വേറൊരു കാര്യം ഇവിടെ പറയുന്നത്, അത് ജഡത്തിൻ്റെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന മാത്രമല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയും കൂടിയാണെന്നാണ്. അപ്പം അതുവരെ നമുക്കില്ലാത്തൊരു മനസ്സും ഒക്കെ നമുക്ക് മനസ്സ് ലഭിക്കുന്നത്, അതുവരെ ഇല്ലാത്തൊരു മനസ്സ് നമുക്ക് ലഭിച്ചു. അത് അങ്ങനെ സ്നാനപ്പെട്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഒരു നല്ല മനസ്സാക്ഷി, ഒരു വ്യത്യസ്തമായൊരു മനസ്സാക്ഷി. ഒരു മനസ്സിനകത്ത് തന്നെ 2 കാര്യങ്ങൾ, അത് ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് ഉള്ള മനസ്സിനകത്ത് അങ്ങനെ ഒരു ചിന്ത വരികയും ആ സംഘർഷത്തിൻ്റെ അവസാനം ദൈവപക്ഷത്ത് നിൽക്കാൻ ഇടയാകുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സാക്ഷി ദൈവത്തിൻ്റെ പക്ഷത്തിലേ നിൽക്കുള്ളൂ. അപ്പോൾ ആ നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയും ആണ് സ്നാനമെന്നും ഇവിടെ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. കഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ജയം നേടിയത് ക്രിസ്തു നേടിയതുപോലെ നമ്മളും കഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ജയം നേടണമെന്നാണ്. പിന്നെ ദുർനടപ്പിൻ്റെ ചില കാര്യങ്ങൾ, വീഞ്ഞ് കുടി, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന, അതൊക്കെയും കഴിഞ്ഞ കാലം നിങ്ങൾ മറന്നേക്കൂ, അതിനെ വിട്ടേക്കാനാണ് ഇവിടെ പറയുന്നത്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞത് ചിലർ തെറ്റിദ്ധരിക്കുന്നത് മരിച്ചതിന് ശേഷം അവരോട് സുവിശേഷം അറിയിച്ചു എന്നാണ്. ഒരിക്കലും മരിച്ചതിന് ശേഷം അവരോട് സുവിശേഷം അറിയിച്ചു എന്നൊരു വാക്യമല്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ അവരോട് സുവിശേഷം അറിയിച്ചു, അവർ മരിച്ചു, ഇനി അവർ നിത്യജീവനോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പോ ഇല്ലാതെ വണ്ണം മരിച്ചു പോയവരാണ്. ഒരു സുവിശേഷം അറിയിച്ചു. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ എല്ലാവരോടും സുവിശേഷം അറിയിച്ചു.
ആ സുവിശേഷമാണല്ലോ നോഹയുടെ കാലത്തും ആ ജനത്തിനെല്ലാം അറിയിച്ചത്. പക്ഷേ എന്ത് പറ്റി? അവർ കേൾക്കാത്തവരെല്ലാം നശിച്ചുപോയി, മരിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ അവർ മരിച്ചവരെ സുവിശേഷം കേട്ടതല്ലേ. അങ്ങനെയാണ് മരിച്ചവരുടെ സുവിശേഷം അറിയിച്ചത്. പലരും വിചാരിക്കുന്നത് മരിച്ചതിന് ശേഷം അവരോട് ആരോ പോയി സുവിശേഷം അറിയിച്ചു എന്നാണ്. മരിച്ചവർ മരിച്ചു, മരിച്ചവർക്ക് പിന്നെ ശേഷിപ്പൊന്നും ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അവർക്ക് ഭൂമിയിൽ പിന്നെ ഓഹരിയില്ല, അവരൊന്നും അറിയുന്നില്ല, ഒന്നും അവരെ അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവരോട് പോയി സുവിശേഷം അറിയിക്കുമ്പോൾ അവർ കേൾക്കുന്നത്? അത് സംഭവിക്കാത്ത കാര്യം. മനുഷ്യൻ്റെ ഭാവന മാത്രമാണ് അത്. എന്നാലിവിടെ തുടർന്ന് കാണുന്നത് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദൈവവിശ്വാസികളോടുള്ള ഉപദേശമാണ്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ആളുകളെ സഹായിക്കുന്നതും കരുണ കാണിക്കുന്നതും ദയ കാണിക്കുന്നതും സഹജീവികളോട് സ്നേഹമായി പെരുമാറുന്നതും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും, ഇങ്ങനെ നമ്മൾ നമ്മുടെ സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ സക്കാത്ത്, മുസ്ലിങ്ങളൊക്കെ സക്കാത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മുസ്ലിം സമൂഹമാണ്, നമുക്കറിയാം. അവരെല്ലാ കാലത്തും കൊടുക്കും, അവരുടെ നോയമ്പ് കാലത്തൊക്കെ അത് ഭയങ്കരമായി കൊടുക്കും. അതിൻ്റെ പിറകിലുള്ള ഉപദേശം ഈ ദൈവത്തിൻ്റെ ഉപദേശം തന്നെയാണ്. അവർക്കും ആ ഉപദേശമുണ്ട്, അവർക്കും അതറിയാം. അപ്പം അതുകൊണ്ട് ആ നമ്മുടെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുവാൻ നമ്മൾ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടി? ആർക്കാണ് നമ്മൾ നന്മ ചെയ്യുന്നത്? മനുഷ്യർക്കാണ് നമ്മൾ നന്മ ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മൾ മൃഗങ്ങൾക്കും പക്ഷികളോടും കൂടെ പോലും ഈ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ പ്രളയകാലത്തും ലോക്ക്ഡൗൺ സമയത്തും ഒക്കെ നന്മ ചെയ്തൊരു ജനമാണ് നമ്മൾ. അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും നന്മ ചെയ്തൊരു ചരിത്രവും നമുക്കുണ്ട്. അവർക്കും ചെയ്യാം. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിക്കുക. അപ്പോൾ അതിഥി സൽക്കാരം നേരത്തെ ഒരിടത്ത് പറഞ്ഞത്, നമുക്ക് ഈ സാറായും അബ്രഹാമും അവർ ദൈവദൂതന്മാർ അറിയാതെ അവരെ സൽക്കരിച്ചുവല്ലോ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിഥി സൽക്കാരം ചെയ്യുക. അതിഥി ആരെന്ന് അറിഞ്ഞിട്ടും സൽക്കരിക്കാം, അറിയാത്തവരെയും സൽക്കരിക്കാം. എന്നിട്ട് ശരി, എല്ലാറ്റിലും, അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും ദൈവം ക്രിസ്തുവേശു മൂലം മഹത്വപ്പെടുവാനിട വരട്ടെ. അപ്പോൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനുഷ്യരോട് ചെയ്യുന്നതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വിശ്വാസികളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് മഹത്വത്തിന് കാരണമാകും. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെയും ദൈവത്തെയും വിശ്വസിക്കുന്നവരാണ്. യേശുക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ രക്ഷിതാവായും കർത്താവായും നമുക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് മധ്യേ നിൽക്കുന്ന ആളെന്ന നിലയ്ക്കും നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അതിലുപരി നമ്മൾ സർവശക്തനായ ദൈവത്തെ, യേശുക്രിസ്തുവിൻ്റെയും ദൈവമായ യഹോവയായ ദൈവത്തെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. അങ്ങനെ അനവധി പേരുണ്ട്. നമ്മൾ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എത്രയോ പേർ ബൈബിളിൽ നമുക്ക് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഒരുപാട് പേർ ഈ കഷ്ടം അനുഭവിച്ച് അവർക്ക് മാനം ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയൊരു കാലത്ത് അവർക്ക് മാനം ഉയർത്തെഴുന്നേറ്റ് നിത്യം ലഭിക്കുമ്പം അവർക്ക് ആ മാനം ലഭിക്കും, ക്രിസ്തുവിന് ലഭിച്ചതുപോലെ. നീതിമാനായിരിക്കുന്നവർ പ്രയാസത്തോടെയാണ് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും എന്നും അവിടെ ചോദിക്കുന്നുണ്ട്. നീതിമാൻ അഥവാ യഥാർത്ഥ ദൈവവിശ്വാസി പോലും വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷ പ്രാപിക്കുന്നത്. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ അപ്പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭക്തിയില്ലാത്തവൻ്റെയും പാപിയുടെയും ദൈവത്തെ അറിയാത്തതിൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കും. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുവാൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കുക, അത്രയും നമ്മൾ വേണ്ടത്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നു. ഒരു കൂട്ടുമൂപ്പനായ ഞാൻ, പത്രോസ്, ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള മൂപ്പന്മാരോട് പറയുന്നതാണ്. ഇപ്പം നേരത്തെ ഭർത്താവിനോടും ഭാര്യയോടും ബാക്കി എല്ലാ ജനത്തോടും സംസാരിച്ചു. ഇവിടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവാൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത വഹിപ്പിൻ. അപ്പോൾ ഒരു ഇടയനുണ്ടായിരുന്നു. ആ ഇടയൻ എങ്ങനെയാണ്
ആട്ടിൻകൂട്ടത്തിന് വേണ്ടി നിന്നത്, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരുന്നത് എന്ന് നമുക്ക് ഓർക്കാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ യേശുക്രിസ്തു നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതുപോലെ തന്നെ മൂപ്പന്മാരല്ലായിരിക്കുന്ന ഇളയവരായിരിക്കുന്നവരും അവരോടും പറയുന്നുണ്ട്, നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പം മൂപ്പന്മാരും ഉണ്ട്, മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നവരുണ്ട്, അങ്ങനെ ഇളയവരുണ്ട്, വേലക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഇങ്ങനെ മൂപ്പന്മാരും ഭർത്താവും ഭാര്യമാരും ഇളയവരും എല്ലാവരും ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളു. അപ്പം മൂപ്പനും ഇളയവരോടും താഴ്മ ധരിക്കണം എന്നാണ്. അപ്പം ആ മനോഭാവമാണ് യേശുക്രിസ്തുവിനുള്ള മനോഭാവം തന്നെയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടതെന്നാണ്. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. അപ്പം ഇത് കാരണം എല്ലാവർക്കും ക്രിസ്തു, എല്ലാവർക്കും ദൈവം, എല്ലാവരും ഭക്തർ, എല്ലാവരും വിശ്വാസികൾ, എല്ലാവരും ക്രിസ്തുവേശുവിനുള്ളവർ, ഇങ്ങനെയായിരിക്കുമ്പം നമ്മൾ തമ്മിലൊരു വ്യത്യാസവും വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹൈറാർക്കികളിലും അന്യോന്യം താഴ്മയുള്ളവരായിരിക്കണം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അത് വചനം നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കെഴുതാണ്. ഇപ്പം നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ അപ്പനോടോ അമ്മയോടോ മകനോടോ മകളോടോ ഇളയവൻ മൂപ്പനോടോ ഒക്കെ കീഴടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കീഴടക്കിയിരിക്കുന്നു എന്നുള്ള ചിന്ത വേണം നമുക്കുണ്ടാകാൻ. അങ്ങനെ താഴ്ന്നിരിക്കുമ്പം തക്ക സമയത്ത് ദൈവം ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴാണ് നമ്മൾ താണിരിക്കുന്നത്, അല്ലാതെ മനുഷ്യർക്കല്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഒത്തിരി സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ക്ഷമിക്കണം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു നടക്കുന്നു. സൂക്ഷിക്കുക, നമ്മൾ ഒരു തെറ്റിലും വീണു പോകാതെ, പ്രലോഭനങ്ങൾ വീണു പോകാതെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ സൂക്ഷിക്കാനാണ് പറയുന്നത്. എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എതിർത്ത് നിൽക്കുക എന്നാണ്. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കാൻ ഇതിനെല്ലാം അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും, നമ്മൾ വീണു പോകും, പിന്നോട്ട് മാറിപ്പോകും. എന്തിനിതൊക്കെ അനുഭവിക്കുന്നു, കഷ്ടമായിപ്പോയല്ലോ, വന്നത് ദൈവത്തെ അറിഞ്ഞത് എനിക്ക് പ്രയാസങ്ങൾക്ക് കാരണമായി എന്നൊന്നും വിചാരിക്കരുത്. അവിടെ അങ്ങനെ വിചാരിക്കാനുള്ള ഇടയുണ്ടാകും. പക്ഷെ അവിടെ സ്ഥിരതയോടെ നിന്ന് നമുക്ക് വച്ചിരിക്കുന്ന ആ പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി നമ്മൾ നിൽക്കുക തന്നെ വേണം. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുക. അപ്പം നമ്മുടെ ബലം കൊണ്ടൊന്നുമല്ല നമ്മൾ ഇന്ന് വരെ നിന്നത്, ദൈവം നമുക്ക് തരുന്ന ബലം കൊണ്ടാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരായാലും നമുക്ക് തന്ന കാവലാണ് ഒക്കെയാണ് നമ്മൾ ഇന്നും നിലനിർത്തിയിരിക്കുന്നത്. നമ്മളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ച് ഈ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ കഴിയുന്നത് അതിന് നമുക്ക് മുമ്പുള്ള പല ദൈവമക്കളും വിശ്വാസികളും ഭക്തന്മാരും എങ്ങനെയാണോ ഇത് അതിജീവിച്ചത് അതുപോലെ നമ്മളും അതിജീവിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. തീരാറായി, അധ്യായം തന്നെ തീരാറായി, പുസ്തകം തന്നെ തീരാറായി. നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിൽവാനോസിലൂടെയാണിത് ഈ എഴുത്ത് എഴുതി അയക്കുന്നത്. നിങ്ങളുടെ സഹവ്രതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ചുംബനത്താൽ നിങ്ങൾ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇത് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. പത്രോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പത്രോസ് യേശുക്രിസ്തുവിനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഭയത്തോടെ തള്ളിപ്പറയുന്ന ഒരു നാളുണ്ടായിരുന്നു. അന്ന് യേശുക്രിസ്തു അതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പത്രോസിനോട് പറഞ്ഞതുമാണ്, നീ എന്നെ ഇന്ന് രാത്രി കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ പത്രോസ് തള്ളിപ്പറഞ്ഞു. പക്ഷേ പത്രോസ് ഇത് മൂന്നാമൻ തള്ളിപ്പറഞ്ഞു. ഓർത്തിട്ട് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു ഹൃദയഭേദകമായ ഒരു അവസ്ഥയായിരുന്നു പത്രോസ് പാവത്തിന് സംഭവിച്ചത്. പുറത്തുപോയി കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ തിരിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ യേശുക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു വീണ്ടും ചോദിക്കുന്നു. അപ്പം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനെ ഇവിടെ 3 പ്രാവശ്യം തന്നെ തിരിച്ച് പറയാനുള്ള അവസരം കൊടുത്തു എന്നാണ് ഞാൻ അതിനെ ചിന്തിക്കുന്നത്. അങ്ങനെ ആകുമോ ആകാതിരിക്കുമോ ആകാം. രണ്ടാമതും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ശിമോനായ പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുന്നു.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് രണ്ടാമതും പറയുന്നുണ്ട്. വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോഴത്തേക്ക് പത്രോസിൻ്റെ ഇത് വിട്ടുപോയി. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു, അത് യേശുക്രിസ്തുവിനോട് രണ്ടാമതും പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യേശുക്രിസ്തുവിന് സംശയമാണോ, എന്നെ അങ്ങനെയാണോ കാണുന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം പത്രോസിന്. പത്രോസ് മൂന്നാമത് പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നു, നീ അറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിനക്കറിയാം ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നിനക്കറിയാം എന്ന് പറഞ്ഞ് വല്ലാത്ത ഇതിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്നത്, 3 പ്രാവശ്യവും ചോദിക്കുമ്പോഴെല്ലാം നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആടുകളെ മേയ്ക്കാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം പിന്നെ പത്രോസ് അപ്പോസ്തലൻ മരിക്കുന്നത് വരെയും അത് കാത്തു. പിന്നെ ശക്തമായ പ്രവർത്തനമാണ് വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മാളികമുറിയിലേക്ക് കടന്നു വരവോടുകൂടി പത്രോസ് അവരെല്ലാവരും ശക്തി പ്രാപിക്കുന്നതോടൊപ്പം തന്നെ പത്രോസും ശക്തി പ്രാപിക്കുന്നു. അവസാനം അന്ന് ഭയപ്പെട്ട പത്രോസ് തൻ്റെ ജീവിതകാലം വായിക്കുന്നത്, ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നത്, ഈ പത്രോസ് യേശുക്രിസ്തുവിനെ പോലെ തന്നെ പിന്നെ രക്തസാക്ഷിയാകുകയായിരുന്നു. ആ രക്തസാക്ഷിയാകുന്ന സമയത്ത് പത്രോസിൻ്റെ പറഞ്ഞൊരു ആഗ്രഹം എന്നെ തലകീഴായി തൂക്കണമെന്നാണ്. അപ്പോൾ എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ കാലുകളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം എന്ന് പറയുന്നൊരാശയത്തിലേക്കാണ് പത്രോസ്. അപ്പോൾ ആ തരത്തിലേക്ക് പത്രോസ് വളർന്നു ഉയർന്നു എന്നുള്ളതാണ് നമ്മൾ പത്രോസിനെ കാണുന്നത്. അപ്പോൾ പത്രോസ് നിസ്സാരക്കാരനല്ല, പത്രോസ് പഴയ പത്രോസല്ല. ആ പത്രോസൊക്കെ ഒരുപാട് മാറി. ദൈവത്തിന് സൗരഭ്യവാസന തന്നെയായിരുന്ന ഒരു ജീവിതമായിരുന്നു പത്രോസിൻ്റെ ജീവിതവും മരണവുമൊക്കെ. പത്രോസും രക്തസാക്ഷിയാകുകയായിരുന്നു, തലകീഴായിട്ടാണ് ക്രൂശിക്കപ്പെട്ടതോ ഒക്കെ. അപ്പം അങ്ങനെയാണ് പത്രോസിൻ്റെ ജീവിതം. ആ പത്രോസിൻ്റെ ലേഖനമാണ് നമ്മൾ വായിച്ചത്. ഇനി പത്രോസിൻ്റെ ഒരു പുസ്തകം കൂടെ ഉണ്ട്, അത് നമ്മൾ നാളെ മുതൽ വായിക്കും. താങ്ക് യു. 3 വായനാഭാഗങ്ങളിലൂടെ സമാപിച്ചു. നാളെ നമുക്ക് പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.